സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഗിരീഷ് പുറത്തിറങ്ങിയ വാർത്ത അറിഞ്ഞ് മുരളിയും അതുപോലെ ഭാർഗവിയും ഗൗരിയൊക്കെ സംസാരിക്കുന്നു. എന്തായാലും വലിയൊരു പ്രശ്നം അവസാനിച്ചു എന്ന് പറയുമ്പോൾ ഗൗരിയോട് ഭാർഗവി തട്ടിക്കയറുന്നുണ്ട്. ഒരിക്കലും അവസാനിച്ചിട്ടില്ല. ഇതിനെ തുടർന്ന് ചന്ദ്രോത്ത് വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ദേവി മോള് ആ പ്ലാന്റിന് അനുമതി കൊടുത്തില്ലേ? അയാൾ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി ആ പ്ലാന്റുമായിട്ട് മുന്നോട്ട് പോകുമ്പം ഗിരിമോൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനെ തുടർന്ന് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറയുമ്പം മുരളി പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതിലും അല്പം കാര്യമൊക്കെ ഉണ്ട്. എന്നാൽ അതേസമയം ചന്ദ്രോത്ത് വീട്ടിലെത്തുന്ന ദേവികയോട് സിദ്ധു ആണെങ്കിൽ കയർത്താണ് സംസാരിക്കുന്നത്. MLA ഇനി സമാധാനത്തിൽ ഉറങ്ങാമെന്ന് വിചാരിക്കേണ്ട, വലിയൊരു പ്രശ്നത്തിനല്ലേ MLA കാരണം തിരി കൊളുത്തിയിരിക്കുന്നത്. ഇനി ഇതിനെ തുടർന്ന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നു കാത്തിരുന്നോ. മതി അച്ഛൻ, നിർത്ത്. എപ്പോഴും അച്ഛൻ പറയാറുണ്ടല്ലോ ഞാൻ അഴിമതിക്കാരിയാണെന്ന്. ഞാൻ അഴിമതി നടത്തുന്നത് അച്ഛൻ നേരിട്ട് കണ്ടിട്ടുണ്ടോ? പിന്നെ ഏതർത്ഥത്തിലാണ് അച്ഛൻ എന്നോട് എപ്പോഴും പറയുന്നത്? ശരിക്കും അന്ന് എന്താ സംഭവിച്ചത്? ഞാൻ എന്തുകൊണ്ട് ആ പ്ലാന്റ് അംഗീകരിച്ചു കൊടുത്തതെന്ന് അറിയാമോ? എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ കളി നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോള് തുറന്നു പറ. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ മോളെ കുറ്റപ്പെടുത്തില്ല. അത് ഇനിയും മറച്ചു വെച്ചാൽ നിനക്ക് തന്നെയായിരിക്കും ദോഷം ഉണ്ടാക്കാൻ പോകുന്നേ എന്ന് പറയുന്ന സമയത്ത് മതി ദേവി, നിർത്ത് എന്ന് പറഞ്ഞ് നന്ദനാണെങ്കിൽ ഇടയ്ക്ക് കയറുന്നു. കാരണം നന്ദൻ അറിയാം ദേവി എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെയും അതുപോലെ ഗിരിയുടെയൊക്കെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന ദേവി മാറി നന്ദനിലേക്കും പ്രഭാവതിയിലേക്കും കാര്യങ്ങൾ തിരിയുമെന്ന്. കാരണം അവർ കാരണമാണല്ലോ ദേവിക ജനങ്ങൾക്ക് ദോഷം വരുന്ന ഈ ഒരു പ്ലാന്റ് അനുവദിച്ച് നൽകിയത്. അപ്പം പ്രഭാവതിയും പറയുന്നു, സിദ്ധു ഇനി എൻ്റെ പേര് വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ദേവിമോക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. തീർച്ചയായിട്ടും ഇനി ഇവിടെ സംസാരിച്ച് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയം, വീട്ടിൽ വരുമ്പം ഒരിക്കലും അതുമായിട്ട് കൂടിക്കലർത്തരുത് എന്ന് പറയുന്ന സമയത്ത് ദേവി പറയുന്നു, ഇനിയും പറ്റില്ല. കണ്ടും കേട്ടും അനുഭവിച്ചും ഞാൻ മടുത്തു. ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാന്റ് അനുവദിച്ചു കൊടുത്തത്? അവർ പോലും ഇപ്പം എൻ്റെ കൂടില്ല. അവർ പോലും എന്നെയാണ് ഒറ്റപ്പെടുത്തുന്നത്. ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന മട്ടിന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പൂർണ്ണ സമ്മതത്തോടെയൊന്നുമല്ല പ്ലാന്റ് അനുവദിച്ചു കൊടുത്തത്. അച്ഛന് ഇനിയെങ്കിലും എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞേ പറ്റൂ. അപ്പോൾ സിദ്ധുവിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഈ പ്ലാന്റ് അനുവദിച്ചു കൊടുത്തതിൻ്റെ പിന്നിൽ മറ്റെന്തോ ചതി നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം. എന്താണെങ്കിലും ദേവി തുറന്നു പറഞ്ഞേ പറ്റൂ. അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ നോക്കുന്ന പ്രഭാവതിയെയും അതുപോലെ നന്ദനെയും വിലക്കുന്നുണ്ട് സിദ്ധു. ദേവി കാര്യങ്ങൾ പറയട്ടെ, എനിക്കെന്താ നടന്നതെന്നുള്ളത് അറിഞ്ഞേ പറ്റൂ എന്ന് വാശി പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കും ദേവി എല്ലാം പറയാൻ തുടങ്ങുന്നു. അത് കേട്ട് നന്ദനാണെങ്കിൽ നല്ല പേടിയാകുന്നുണ്ട്. ഇതും കാണാൻ അച്ഛൻ അറിഞ്ഞുണ്ടാകുന്ന ഭവിഷ്യത്ത് ഋഷിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് തൻ്റെ തുറന്നു പറയേണ്ടി വരുമെന്നുള്ള പേടിയിലാണ് പ്രഭാവതിയും അതുപോലെ നന്ദനും നിൽക്കുന്നത്. എന്തിനാ ജനങ്ങൾക്ക് ദോഷം വരുത്തുമെന്നറിഞ്ഞിട്ട് പോലും ദേവിയും കൊണ്ട് ഇങ്ങനൊരു പ്ലാന്റ് അനുവദിപ്പിച്ചു കൊടുക്കാൻ മുന്നിട്ട് നിന്നേന്നുള്ള കാര്യം തുറന്നു പറയേണ്ട ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ എന്തായാലും ദേവിക സത്യങ്ങളെല്ലാം തുറന്നു പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് നന്ദൻ കാരണമാണ് താൻ പ്ലാന്റ് അനുവദിച്ചു കൊടുത്തേ എന്ന് പറയുമ്പം അതിന് കൂട്ടു നിൽക്കാൻ അമ്മയുണ്ടെന്നുള്ള കാര്യം മറച്ചു വെക്കുന്നില്ല. എല്ലാം കേട്ട് ഞെട്ടി വിറച്ച് നിൽക്കുവാണ് സിദ്ധുവും. സിദ്ധു ആണെങ്കിൽ ചെന്ന് പ്രഭാവതിയോട് ചോദിക്കുന്നു, ദേവി മോൾ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? തുറന്നു പറ, താൻ എന്തുകൊണ്ട് ഇത്രയും നാൾ എന്നോട് ഈ സത്യങ്ങൾ മറച്ചു വെച്ചു? എന്തിൻ്റെ പേരിനാണ്? അപ്പം ദേവികയ്ക്ക് പകരം നീയാണോ അഴിമതി ചെയ്യുന്നത്? ആരുടെയെങ്കിലും കൈക്കൂലി മേടിച്ചിട്ടുണ്ടോ എന്നൊക്കെ 100 കൂട്ടം ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പ്രഭാവതി ആണെങ്കിൽ ആകെ നിന്ന് വെന്തുരുകുവാണ്. അപ്പോൾ അമ്മയോടൊന്നും ചോദിക്കേണ്ട അച്ഛാ, ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണെന്ന് നന്ദനാണെങ്കിൽ എല്ലാം തുറന്നു പറയാനൊരുങ്ങുന്നു. അപ്പം പ്രഭാവതി ആണെങ്കിൽ വിലക്കുന്നു, മോനെ നീ ഒന്നും പറയണ്ട, അച്ഛനോട് ഞാനെല്ലാം തുറന്നു പറയാം. നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. കെവിനും ഇസബല്ലയും എന്തൊക്കെയോ പേര് നിങ്ങളെ സ്വാധീനിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള കാര്യവും എനിക്ക് കുറേ നാൾ കൊണ്ട് സംശയമുണ്ട് എന്ന് സിദ്ധു പറയുമ്പം പ്രഭാവതി ആണെങ്കിൽ ഒരു കള്ളം പറയാൻ ശ്രമിക്കുന്നു. അതായത് നന്ദൻ കെവിൻ്റെ സ്ഥാപനത്തിൽ കുറേ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കിയല്ലോ, അതിനൊരു നഷ്ടപരിഹാരം എന്നോണാണ് KK നായരുടെ ഈ പ്ലാന്റ് അനുവദിച്ചു കൊടുക്കാൻ ദേവികയോട് ശുപാർശ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന രൂപത്തിൽ കള്ളം പറഞ്ഞു വെക്കുമ്പോഴത്തേക്കും സിദ്ധു അത് ഏകദേശം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കെവിൻ പറഞ്ഞെങ്കിൽ അത് ആദ്യം എന്നെയാണ് അറിയിക്കേണ്ടത്. സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര നഷ്ടം പറ്റി ആ പൈസ തിരിച്ചു കൊടുക്കണം. അതിന് ജനദ്രോഹപരമായിട്ടുള്ള ഒരു പ്ലാന്റിന് അനുവദിക്കുകയാണോ വേണ്ടേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രഭാവതിയും അതുപോലെ നന്ദനും ഉത്തരം മുട്ടി നിൽക്കുന്നു.